ഇതിന് മുന്നത്തെ എൻ്റെ ചാനൽ ആദ്യത്തെ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും. ഞങ്ങൾക്കൊരു ഫാമുണ്ട്, കോഴി ഫാം, ബ്രോയിലർ ചിക്കൻ്റെ ഫാമാണ്. ഏകദേശം 12,500 അടുപ്പിച്ച് കോഴി ഇടുന്നൊരു ഫാമാണ്. 9 ഷെഡുകളിലായിട്ട് 12,500 കോഴി ഇടുന്നൊരു ഫാം. അപ്പം ബേബിക്ക് ബാബാ കോഴി, അവ അങ്ങനെയാണ് പറയാറ്, ബാബാ കോഴി പാലുള്ള കോഴി, വാഴരെ മുട്ടി ചീയണ കോഴി, അങ്ങനെ എന്തോ പാട്ടുണ്ട്. അപ്പം അതിലെ ബാബാ കോഴിയെ കാണാൻ വേണ്ടി പോവാനേ നമ്മൾ വീടിൻ്റെ തൊട്ട് താഴെ ഒരു ഷെഡുണ്ട്, അപ്പോൾ അവിടെയാണ് പോണേ. ഞങ്ങൾ റോഡ് കോൺക്രീറ്റ് ചെയ്തതാണ്, കുറച്ച് ഭാഗമേ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. റോഡ് ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല, ഇടയ്ക്കൊരു ഗ്യാപ്പുണ്ട്, മണ്ണാണ്, അവിടെ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ മുന്നേ ചായ കുടിക്കാൻ പോയ വീഡിയോയിൽ അതുണ്ട്, ചെളിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഇപ്പോൾ റോഡിൽ മൊത്തം ചെളിയായിട്ട് കിടക്കുന്നത്, മുകളിൽ കുറച്ച് റബ്ബർ മുറിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തൊട്ട് വണ്ടികളൊക്കെ കയറി പോകുന്നതിൻ്റെ അതിൻ്റെ ടയറിലൊക്കെ ഇരിക്കുന്ന ചെളി റോഡിൽ പറ്റിയിട്ട് അതാണ് ഞാൻ ബേബി എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, മറിഞ്ഞു വീഴുമെന്നുള്ളത്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ താഴത്തെ ഷെഡിൻ്റെ ഫ്രണ്ടിലെത്തി. തുറക്കട്ടെ, നിൽക്കേ. ബേബി ഫസ്റ്റ് ടൈമാണ് ഷെഡിൻ്റെ ഉള്ളിൽ കയറണേ. പുറത്ത് നിന്നിട്ട് കോഴി കണ്ടിട്ടുണ്ട്, പക്ഷെ ഷെഡിൻ്റെ ഉള്ളിലാവും ഫസ്റ്റ് ടൈമാണ് കയറണേ. മണ്ണിൻ്റെ തറയാണ് കേട്ടോ. അപ്പം കയറ്റമിറക്കം, കല്ല് പൊങ്ങിയിരിക്കുന്ന, അങ്ങനെ തിട്ടയായിട്ടൊക്കെ ഇരിക്കുന്ന സ്ഥലമായതുകൊണ്ട് അവന് കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് നടക്കാൻ പറ്റുന്നില്ല. ആദ്യമായിട്ട് ഷെഡിൻ്റെ അകത്ത് കയറിയുകൊണ്ട് 4 ചുറ്റും നോക്കുന്നുണ്ട്, എന്താ ഇവിടെ എന്തൊക്കെയായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. കോഴിക്കുഞ്ഞ് വന്നിട്ട് ഇപ്പോൾ 2ാമത്തെ ദിവസം ആവണേ ഉള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെയാണ് കേട്ടോ. മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞിനെ അന്ന് രാത്രി ഷെഡിലെത്തിക്കും. എന്നിട്ട് 45 ദിവസത്തിനകത്ത് കോഴി എടുത്ത് പോകുന്ന പരിപാടിയാണ്. ഇപ്പോൾ ടാർപ്പയ്ക്കുള്ളിലാണ് ഇട്ടേക്കണേ. ചെറിയ കുട്ടി ബേബി ആയതുകൊണ്ട് ബ്രൂഡിംഗ് ഒക്കെ ചെയ്ത് ചൂട് കൊടുത്താണ് കേട്ടോ ഇട്ടേക്കണേ. ബാബാ Papa? Papa? Totok? Totok, ഒരു ഉപ്പ് കൊടുത്തേ, പാവം, ഒരു ഉപ്പ് നോക്ക്. ഉപ്പാ പിച്ചോക്കെ മതിയോ? തൊട്ടോക്ക്, തൊട്ടോക്ക്, തൊട്ടോക്കടാ, പാവം ബേബി അല്ലേ, തൊട്ടോക്കി. തൊടൂലേ? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? ബാബാ ഒരു വരത്തില്ല. ഈ ഷെഡിലിപ്പോൾ ഏകദേശം 1750 കോഴിയോളം ഇട്ടിട്ടുണ്ട്. കുഞ്ഞു കോഴി ആയതുകൊണ്ട് ചൂട് നിൽക്കാൻ വേണ്ടിയിട്ട് 4 സൈഡിൽ ടാർപ്പ കെട്ടും. ടാർപ്പ കെട്ടി അടച്ചിട്ട് അതിനുള്ളിൽ നമ്മൾ ഇതേപോലെ ഷീറ്റ് വെച്ച് റൗണ്ടിൽ അടയ്ക്കും. അടച്ചതിന് ശേഷം ഇങ്ങനെ റൗണ്ടിൽ 4 സൈഡ് ചുറ്റി അടച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലാണ് കോഴിക്കുഞ്ഞിനെ ഇടുക. ഈ ലൈറ്റ് കാണുന്ന ആ സംഭവം ബ്രൂഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ ഒരു ഷീറ്റിൻ്റെ ഉള്ളിൽ, അതായത് അതിലെ ഒരു ബ്രൂഡിങ്ങിൻ്റെ ആ ഒരു ഷീറ്റിനടിയിൽ 12 മുതൽ 16 ബൾബ് വരെ ഉണ്ടാവും.
അതിന്ന് ചൂട് കിട്ടിയിട്ടാണ് കേട്ടോ കോഴിക്കുഞ്ഞുങ്ങൾ വളരുക. 12 ദിവസം വരെ ആ സംഭവം ബ്രൂഡിങ് പരിപാടി ഉണ്ടാവും. സ്പേസ് കൂട്ടുന്നതിനനുസരിച്ച് ബ്രൂഡിങ് പരിപാടി പതിയെ പതിയെ അങ്ങ് നിർത്തും. അതേപോലെ വെള്ളം വയ്ക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ വെള്ളമാണ് വയ്ക്കുക. ഫുഡ് നമുക്ക് കോഴിക്കുഞ്ഞിനെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഫുഡും മെഡിസിനും തരിക. അപ്പോൾ അതിൻ്റെ ഫുഡ് വയ്ക്കും. ആദ്യത്തെ ദിവസം കോഴിക്കുഞ്ഞിനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതേപോലെ മരപ്പൊടിയിൽ ഡയറക്റ്റ് ഇടത്തില്ല. ന്യൂസ് പേപ്പർ വിരിച്ച് അതിൻ്റെ മുകളിലാണ് ഇടുക. പിറ്റേ ദിവസം ആ ന്യൂസ് പേപ്പറിനെ എടുത്ത് മാറ്റി മരത്തിൻ്റെ പൊടിയിലാക്കും. ബൈ ബൈ ഷിയു പറയേ, നമുക്ക് പോണ്ടേ ബാബ. ബൈ ബൈ ഷിയു പറഞ്ഞേ ബാബ കോയിക്ക്. ബൈ ബൈ ഷിയു കോയിക്കുട്ടാ. ഉപ്പൊടുത്തേ. നമുക്ക് പോവാം. ബൈ ബൈ ഷിയു കോയിക്കുട്ടാ. ബൈ ബൈ. ബൈ. ഇതുകൂടാതെയുള്ള 8 ഷെഡ്, അതായത് മൊത്തത്തിലുള്ള 9 ഷെഡിലും ഇതേപോലെ ഷെഡുകളിൽ ഓരോ ഷെഡിലും സ്ക്വയർ ഫീറ്റ് അനുസരിച്ചാണ് കോഴിക്കുഞ്ഞിനെ ഇടുക. അപ്പോൾ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് ഓരോ ഷെഡിലും കോഴിക്കുഞ്ഞിനെ ഇട്ടേക്കുന്നിടത്തും ഇതേപോലെ തന്നെയാണ് ചെയ്യുക. 2-3 റൗണ്ടിൽ ഇങ്ങനെ ചുറ്റിൽ വെച്ചിട്ട് 2-3 ആക്കിയൊക്കെ വെച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഷെഡിലെ കോഴിയുടെ അളവിനനുസരിച്ചായിരിക്കും. അതേപോലെ ബ്രൂഡിങ് കൊടുക്കുന്നതും ഷെഡിലെ കോഴിയുടെ അളവിനനുസരിച്ചിട്ടായിരിക്കും. ബ്രൂഡിങ്ങിൻ്റെ ബൾബും ബ്രൂഡിങ്ങിൻ്റെ ആ സാധനവും വരുന്നത് കോഴിക്കുഞ്ഞിൻ്റെ അളവിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബാക്കി ഷെഡിൻ്റെ ഒരു ചെറിയ പോർഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത്രയും ഷെഡ്, ഒരു 9 ഷെഡ് പ്രോപ്പർട്ടി നിറയെ നിൽക്കത്തക്ക രീതി, നിറയല്ല, പ്രോപ്പർട്ടിയുടെ ഒരു 3/4 ഭാഗം നിൽക്കത്തക്ക രീതിക്കാണ് ബാക്കി 8 ഷെഡും വരുന്നത്. ഇത് വീടിൻ്റെ തൊട്ട് താഴെയാണ്. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് കയറി പോവാണ്. അപ്പോൾ ഗായ്സ്, ഇന്ന് എൻ്റെ ബേബിയാണ് കേട്ടോ. നിങ്ങൾക്ക് ബൈ ബൈ ഷീ പറയണേ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.